ലഹരിവിരുദ്ധ പ്രചാരണ ദിനാഘോഷം നടത്തി. ചവറയിലെ വിവിധ NSS കരയോഗ മന്ദിരങ്ങളിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. ചവറ മടപ്പള്ളി 1843 നമ്പർ ശിവോദയം NSS കരയോഗത്തിലാണ് ലഹരിവിരുദ്ധ പ്രചാരണ ദിനം ആചരിച്ചത്. ചവറ SHO M ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് ചവറ ഹരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഗോപാലകൃഷ്ണപിള്ള സ്വാഗതം പറഞ്ഞു. ഹയർ സെക്കൻഡറി അധ്യാപകൻ അരവിന്ദൻ നാലുകണ്ടത്തിൽ ക്ലാസ് നയിച്ചു. സിനിമയിലൊക്കെ കാണുന്നത് പോലെ ചെലവെടുത്ത് പൂച്ചയാണെന്ന് പറഞ്ഞ് തലക്കിട്ടൊരു ഒറ്റടി കൊടുത്തു. അമ്മ മരിച്ചു. അമ്മയുടെ മിഡിലെ ഉള്ളാക്കിയിരിക്കായിരുന്നു അടികൊണ്ട്. അപ്പം മനുഷ്യന്റെ തിരിച്ചറിവ് നഷ്ടപ്പെടുത്തുന്ന ഉന്മാദ അവസ്ഥയിൽ അവനെ ക്രിമിനൽ നേച്ചറിലേക്ക് തള്ളിവിടുന്ന അവനെ ഈ മാനവരാശിയുടെ തന്നെ ശത്രുവാക്കുന്ന സംഗതിയാണ് നെഗറ്റീവായ ഡാൻസ്, സംഗീതം. സെക്രട്ടറി അരവിന്ദ ബാബു, വാർഡംഗം ജയന്തി ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു. മദ്യനിരോധന സമിതി സംസ്ഥാന സെക്രട്ടറി യോഹന്നാൻ ആന്റണി ലഹരിവിരുദ്ധ സന്ദേശം നൽകി. ചെറുശ്ശേരി ഭാഗം 2352 നമ്പർ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിലും ലഹരിവിരുദ്ധ പ്രചാരണ ദിനാഘോഷം നടത്തി. NSS വനിതാ സമാജം ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൊല്ലം വിജിലൻസ് സബ് ഇൻസ്പെക്ടർ K അജിത് കുമാർ ക്ലാസ് എടുത്തു. ചവറ സുരേന്ദ്രൻപിള്ള അധ്യക്ഷത വഹിച്ചു. ഇവിടെ 29 ബാറുകളാണ്. ഇപ്പൊ 846 ബാറുണ്ട്. ഈ 846 ബാറ് എങ്ങനെ വന്നു? ഈ സർക്കാർ കാരണം എന്നറിയോ? കുടിച്ച് നശിച്ചാലും വേണ്ടിയില്ല, പണം സമ്പാദിക്കണം, ഖജനാവ് പണം ഉണ്ടാക്കണമെന്ന് ആ പൈസ എടുത്താണ് 1600 രൂപ വീതം നാട്ടുകാർക്ക് ക്ഷേമം എന്ന് പറഞ്ഞു. ഈ ഇന്നും പറഞ്ഞിട്ടുണ്ടല്ലോ, വെബ്കോയിലെ ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ട്. വെബ്കോയില് കച്ചവടം നടത്തുന്നതോടൊപ്പം തന്നെ ക്ഷേമ പരിപാടിയും കൂടെ എന്നുവെച്ചാൽ അടിച്ചു ഫോൺ തിരിഞ്ഞ് കിടക്കുന്നവനെ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിപ്പിക്കാനുള്ള ഈ പറഞ്ഞ ചെളി ചവിട്ടിച്ച് കഴിയുന്നത് അതാണോ? ചെളി ചവിട്ടാതെ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. ഇതൊന്നും പറഞ്ഞാലൊന്നും സർക്കാരിന് മനസ്സിലാവില്ല. ഈ പറഞ്ഞിട്ടുള്ള പണം സമ്പാദിച്ചിട്ട് ഇതിനൊക്കെയുള്ള അതൊക്കെ പോട്ട് അത് രാഷ്ട്രീയമായി പോകും. എന്നാലും ഓരോ കുടുംബത്തിൻ്റെയും കണ്ണുനീര്, അത് ഏറ്റവും കൂടുതൽ കണ്ണുനീര് വീഴുന്നതും ഏറ്റവും ദുരിതം അനുഭവിക്കുന്നതും വീട്ടമ്മമാരാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് നായർ സർവീസ് സൊസൈറ്റി ഈ ലഹരിക്കെതിരെ, ഈ മദ്യപാനത്തിനെതിരെ ലഹരി വിരുദ്ധ ദിനാചരണമായി ഇന്ന് തെരഞ്ഞെടുക്കുകയും ഇന്ന് കേരളത്തിലെ 4600ഓളം കരയോഗങ്ങളിലും ഈ ദിനം അന്ന് ആചരിക്കുകയും ചെയ്യുന്നത്. പന്മന 1185 നമ്പർ ആണുവേലിൽ ഭഗവതി വിലാസം NSS കരയോഗത്തിലും ലഹരിവിരുദ്ധ ദിനാചരണം നടത്തി. യോഹന്നാൻ ആന്റണി ലഹരിവിരുദ്ധ ക്ലാസ് നയിച്ചു. സാമൂഹ്യ തിന്മകൾക്കെതിരെ പടപൊരുതിയ ഒരു പ്രസ്ഥാനത്തിന്റെ പൈതൃകത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനുള്ളത് മുതിർന്നവരോടല്ല, കുറച്ച് പുതിയ തലമുറയോടാണ്. NSSനൊരു ലഹരി വിരുദ്ധ മുഖമുണ്ട്, NSSനൊരു ലഹരി വിരുദ്ധ പാരമ്പര്യമുണ്ട്. ഒരുപക്ഷെ പലരും മനസ്സിലാക്കി കാണും എനിക്കറിയില്ല. കേരളത്തിൽ ആദ്യമായി ലഹരിക്കെതിരെ, മദ്യത്തിനെതിരെ തെരുവോരങ്ങളിൽ മുഴങ്ങിയ ശബ്ദം NSSന്റെ നേതൃത്വത്തിലുള്ള ഒരു വ്യക്തിയുടേതായിരുന്നു, പ്രൊഫസർ MB എന്നതിനെ നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും, മുതിർന്നവർക്ക് ഓർക്കുന്നുണ്ടാവും. MG കോളേജിന്റെ പ്രിൻസിപ്പൽ സ്ഥാനം തൻ്റെ ഒരു ആദർശനിഷ്ഠമായ നിലപാടിനെ പറഞ്ഞ് രാജിവെച്ചിട്ട് പുറത്തിറങ്ങി NSSന്റെ നേതൃത്വമണ്ഡലത്തിലേക്ക് വന്നിട്ട് ആ നേതൃത്വമണ്ഡലത്തിൽ നിന്നാണ് കേരളത്തിന്റെ ഭൂമികയിലേക്ക് മദ്യവിരുദ്ധ പോരാട്ടങ്ങളിലേക്ക് എടുത്തു ചാടിയത്. ധാരാളം ജനപ്രതിനിധി സഭയിൽ ഓച്ചറ NS പണിക്കർ അടക്കമുള്ളവർ മദ്യവിരുദ്ധ ലഹരി വിരുദ്ധ പോരാട്ടങ്ങളുടെ പ്രമേയങ്ങൾ കൊണ്ടുവന്ന് അവതരിപ്പിച്ച ചരിത്രം പോലും നമ്മുടെ NSSനുണ്ട്. ഇത് പുതുമയല്ല. കേരളത്തിലെ മദ്യമുക്തമാക്കുവാൻ, ലഹരിമുക്തമാക്കുവാൻ അതിന്റെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ഇച്ഛാശക്തിയുള്ള ഒരു ഭരണ നേതൃത്വം, ഒരു സംഘടനാ നേതൃത്വം ഈ കേരളത്തിലെ ജനങ്ങളോട് പറയുന്ന ദിനമാണ് 12-ാം തീയതി. കരയോഗം പ്രസിഡന്റ് രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു. V അനിൽകുമാർ, ഗോപകുമാർ, വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.